ഇന്ത്യയിലെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ദളിത് ജീവിതങ്ങളെ ആഴത്തിൽ ബാധിച്ചൊരു സംഭവമാണ് മുംബൈ നഗരത്തിലെ രമാഭായ് അംബേദ്കർ കോളനിയിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത 1997 ജൂലൈ 11 നടന്ന വെടിവയ്പ്. 10 ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് അന്നത്തെ ബിജെപി ശിവസേന ഭരണകൂടത്തിന്റെ പോലീസ് വെടിവെച്ചു കൊന്നത്. വെടിവയ്പിന് നേതൃത്വം നൽകിയ സബ് ഇൻസ്പെക്ടർ മനോഹർ വൈ കദത്തിന്റെ ദളിത് വിരുദ്ധത മുതൽ വെടിവയ്പിന് ശേഷം സർക്കാർ കൂട്ടുനിന്ന നിരവധി ദളിത് വേട്ടയും സംഭവിക്കുകയുണ്ടായി. എന്താണ് 1997 ജൂലൈ 11 രമാഭായ് അംബേദ്കർ കോളനിയിൽ ഉണ്ടായത് എന്ന് ഒന്ന് പരിശോധിക്കാം. രമാഭായ് അംബേദ്കർ കോളനിയിൽ 10 ദളിതർ മരിക്കാനിടയായ പോലീസ് വെടിവയ്പ് കലുഷിതമായ രാഷ്ട്രീയ അവസ്ഥകൾക്ക് വഴിവെച്ചു. വെടിവയ്പിന് തുടർച്ചയെന്നോണം സംസ്ഥാനത്ത് നിരവധി ദളിത് കോളനികളും ദളിത് ജീവിതങ്ങളും ആക്രമിക്കപ്പെട്ടു. സാമൂഹിക ബഹിഷ്കരണവും വംശീയ കലാപവുമുണ്ടായി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന NGOയുടെ അന്വേഷണ റിപ്പോർട്ട് ദളിതർ അനുഭവിച്ച വേദനകളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. 2 അംഗ സംഘം 1997 ഒക്ടോബറിൽ നാഗ്പൂർ, അമരാവതി, യവാത്മൽ, വാർധ തുടങ്ങിയ സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ അന്വേഷണാത്മക റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ 1997 നവംബർ 1 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെടിവയ്പിന് ശേഷം സംസ്ഥാനത്ത് ദളിതർക്കെതിരെ നടന്ന എല്ലാ അതിക്രമങ്ങൾക്കും ഭരണകക്ഷിയായിരുന്ന BJP ശിവസേന പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ദളിതരെ ഭയപ്പെടുത്തി നിർത്തുന്നതിനും അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന അക്രമികൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാനും ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ചിരുന്നു. അംബേദ്കറുടെ പ്രതിമ തകർത്തതിനെതിരെ പ്രതിഷേധിക്കാനിടയുള്ള ബുദ്ധമതക്കാരെ ഭയപ്പെടുത്താനും ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ചു. അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ദളിതരെ കൊലപാതക കേസ് ഉൾപ്പെടെ പല കള്ളക്കേസുകളിലും പ്രതി ചേർക്കാനും പോലീസ് ശ്രമിച്ചിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. 1997 ജൂലൈ 11 രാവിലെ കോളനിവാസികൾ ഉണരുമ്പോൾ കാണുന്നത് തങ്ങളുടെ കോളനിക്ക് മുൻപിലുള്ള വലിയ അംബേദ്കർ പ്രതിമയുടെ കഴുത്തിൽ ആരോ ചെരുപ്പുമാല അണിയിച്ചതാണ്. തങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും അർത്ഥമുണ്ടാക്കി തന്ന മഹാന്റെ പ്രതിമയ്ക്ക് മുകളിലിട്ട ചെരുപ്പുമാല ദളിതരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായാണ് അവർക്ക് തോന്നിയത്. അവർ പരാതിപ്പെടാനായി അംബേദ്കർ പ്രതിമയ്ക്ക് 10 അടി മാത്രം അകലെയുള്ള ലോക്കൽ ബീറ്റ് നമ്പർ 5 പന്ത്നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ പോലീസ് അവിടെ പരാതി സ്വീകരിച്ചില്ല. പകരം മെയിൻ സ്റ്റേഷനായ പന്ത്നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവരോട് ആവശ്യപ്പെട്ടു. ആളുകൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. അവർ റോഡ് തടഞ്ഞു. ഓരോ മിനിറ്റിലും പ്രതിഷേധക്കാർ കൂടിക്കൊണ്ടിരുന്നു. പ്രതിഷേധം കത്തിപ്പടർന്നു. മിനിറ്റുകൾക്കകം സ്പെഷ്യൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് അവിടെ എത്തി. MY കദം എന്ന പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു ഫോഴ്സിനെ നയിച്ചത്. പ്രതിഷേധക്കാരിൽ നിന്ന് 100 മീറ്റർ അകലെ ഫോഴ്സ് നിലയുറപ്പിച്ചു. മിനിറ്റുകൾക്കകം യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതിഷേധക്കാർക്ക് നേരെയും കോളനിക്കടുത്തുള്ള സർവീസ് റോഡിലെ കാൽനടക്കാർക്ക് നേരെയും പോലീസ് വെടിയുതിർത്തു. തുടർച്ചയായി 10-15 മിനിറ്റോളം ദൈർഘ്യമുള്ള വെടിവയ്പ് 10 ദളിത് ദേഹങ്ങൾ നിലത്ത് വീണു. എല്ലാവർക്കും അരയ്ക്ക് മുകളിലായിരുന്നു വെടിയേറ്റത്. വെടിവയ്പ് കഴിഞ്ഞ് അല്പം സമയത്തിനകം തങ്ങളുടെ മിഷൻ തീർന്നിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സബ് ഇൻസ്പെക്ടർ MY കദവും സംഘവും സ്ഥലം വിട്ടു. പകരം സിറ്റി പോലീസ് സ്ഥലത്ത് വിന്യസിച്ചു. 11:30 നടന്ന വെടിവയ്പ്പിന് ശേഷം വീണ്ടും വൈകിട്ട് 4 മണിക്ക് പോലീസ് കോളനിക്കകത്ത് കയറുകയും നിവാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. 26 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ MY കദം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരവധി ദളിത് അതിക്രമങ്ങൾ നടത്തിയതിന് നിയമ നടപടികൾ നേരിട്ട ആളാണ്. കദത്തിന്റെ മുൻ സൂപ്പർവൈസറും SRPF കമാൻഡന്റുമായ വസന്ത് ഇഗ്ലെ മുൻപ് MY കദം ദളിത് വിരുദ്ധൻ ആണെന്ന് ആരോപിച്ചിരുന്നു. ജാതിപരമായി ഇയാൾ ഒരു കീഴുദ്യോഗസ്ഥനെ അധിക്ഷേപിക്കുകയും പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ലംഘിച്ചതിന് സസ്പെൻഷനിൽ പോവുകയും ചെയ്തിരുന്നു. ദളിതർക്കെതിരെ മുൻപും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ജാതീയ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് ഇയാളുടെ വംശീയ വിവേചനം തന്നെയാണ്. അതിനാൽ തന്നെ രമാഭായ് അംബേദ്കർ കോളനിയിൽ നടന്ന വെടിവയ്പ് മുൻനിശ്ചയപ്രകാരം നടന്നതാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഇന്ത്യൻ പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് തുടങ്ങി നിരവധി സംഘടനകളുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ദൃക്സാക്ഷി വിവരണം ഇങ്ങനെയാണ്: പോലീസ് ലാത്തിച്ചാർജ് നടത്തിയില്ല, കണ്ണീർവാതകം പ്രയോഗിച്ചില്ല, ആദ്യം അന്തരീക്ഷത്തിലേക്ക് വെടിയുതിർത്തില്ല, ആളുകൾ പിരിഞ്ഞു പോകുന്നതിനായി ഒരു ശ്രമവും പോലീസ് നടത്തിയില്ല. പകരം മുൻപ് തീരുമാനിച്ചുറപ്പിച്ച പോലെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 1998 ഓഗസ്റ്റിന് സർക്കാർ നിയമിച്ച SD ഗുണ്ടേവർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു.
വെടിവയ്പിൽ സബ് ഇൻസ്പെക്ടർ കുറ്റക്കാരനെന്ന് അന്വേഷണ സമിതി കണ്ടെത്തി. സർക്കാർ സേവനത്തിൽ അയാളെ പിരിച്ചുവിടണമെന്ന് അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്തു. 2001 കേസ് ആരംഭിച്ചു. 2006 ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2009 ആഗസ്റ്റ് 8 കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കഥത്തിന് സെഷൻ കോടതി ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും ചുമത്തി. 2009 മെയ് മാസത്തിൽ ഹൈക്കോടതി ഇയാളുടെ ജീവപര്യന്തം റദ്ദ് ചെയ്യുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന സംഘടന 1998 ഫെബ്രുവരിയിൽ രമാബായി അംബേദ്കർ കോളനി സന്ദർശിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ദൃക്സാക്ഷിയായ ഭന്ത കശ്യപ്, അതായത് ഒരു സന്യാസി, ഞാൻ പുറത്തുനിന്ന് നിലവിളി കേട്ടു. ഉടൻ പുറത്തിറങ്ങി. നേരം പുലർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിഷേധ സ്ഥലത്ത് നിന്ന് 30 മീറ്റർ അകലെ പുറത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. പോലീസ് എന്നെ വെടിവെച്ചില്ല. കാരണം ഞാൻ സന്യാസിയുടെ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവർ എന്നോട് പോകാൻ പറഞ്ഞു. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. റസ്ത റോക്കോ അഥവാ റോഡ് തടയുക എന്ന 40-50 ആളുകൾ പറയുന്നത് ഞാൻ കണ്ടു. 2 പോലീസ് കാറുകൾ നേരെ പോയി. നിർത്തിയില്ല. SRPF വാൻ വന്നു. 1-2 പ്രതിഷേധക്കാർ സ്വകാര്യ കാറുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. ആദ്യം അവർ കൗശലിയാഭായ് പട്ടാരെ വെടിവെച്ചു. ബുള്ളറ്റ് അവളിലൂടെ തുളച്ചു കയറി. അവൾ സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. ഞാൻ മിഴിച്ചു നിന്നു. പോലീസ് പറഞ്ഞു, സാധു, ഇവിടെ നിന്ന് പുറത്തു കിടക്കുക. ഞാൻ വീടിന് അകത്തേക്ക് വന്നു. ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. സുഖദേവ് കപാട്നെ അവിടെ ഉണ്ടായിരുന്നു. പോലീസ് അവനെ പിടിച്ചു നിർത്തി ആരാണെന്ന് ചോദിച്ചു. താൻ ഒരു സാമൂഹിക പ്രവർത്തകനാണെന്ന് സുഖദേവ് മറുപടി പറഞ്ഞു. അപ്പോൾ പോലീസ് അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവനെ പിന്നിൽ നിന്ന് വെടിവെച്ചു. അയാളുടെ നെഞ്ചിൽ നിന്ന് വെടിയുണ്ട പുറത്തേക്ക് വന്നു. അയാൾ നിലത്ത് വീണു. സുഖദേവിന് 50 വയസ്സായിരുന്നു. ദൃക്സാക്ഷി 2 VS ഖാദെ. 1994 അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അനന്തരവൻ്റെ മകൻ ഞങ്ങളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവൻ അന്ന് ജോലിക്ക് പോയതായിരുന്നു. പക്ഷേ ഹൈവേ മുറിച്ചു കടക്കാൻ പ്രതിഷേധക്കാർ അവനെ അനുവദിച്ചില്ല. അതിനാൽ അവൻ തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയോടും മകളോടും പുറത്തു പോകരുതെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ അകലെയുള്ള പിതാവിനെ വിവരങ്ങൾ അറിയിക്കാൻ പോയി. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് അവൻ വെടിയേറ്റ് മരിച്ചു. അവൻ്റെ സഹോദരനും അമ്മാവനും അവനെ എടുക്കാൻ പോയി. പക്ഷേ പോലീസ് വിളിച്ചു പറഞ്ഞു, അവനെ തുടരുത്, ഞങ്ങൾ നിങ്ങളെ വെടിവെക്കും. വെടിവെച്ചുകൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ എത്തുമ്പോഴേക്കും അവൻ മരിച്ചു. അവന് 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.